വചനം 41. വാക്കർത്ഥം. വ ഇദാ റഔക, അവർ നിന്നെ കണ്ടാൽ, കാണുമ്പോൾ, ഇൻ യത്തഖിദൂനക, നിന്നെ അവർ ആക്കുകയില്ല, ഇല്ല ഹുസുവൻ, പരിഹാസം അഥവാ പരിഹാസപാത്രം അല്ലാതെ. അഹാദ, ഇവനാണോ, അല്ലദീ, യാതൊരുത്തൻ, ബഅസല്ലാഹു, അല്ലാഹു നിയോഗിച്ചിട്ടുള്ള, റസൂലൻ, റസൂലായി, ദൂതനായി. وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا. നബിയെ, അവർ നിന്നെ കാണുമ്പോൾ നിന്നെ ഒരു പരിഹാസപാത്രമല്ലാതെ അവർ ആക്കുന്നില്ല. ഇവനാണോ അല്ലാഹു റസൂലായി നിയോഗിച്ചിട്ടുള്ളവൻ? വചനം 42. വാക്കർത്ഥം. ഇൻ കാദ, നിശ്ചയമായും ആയേക്കുമായിരുന്നു, ലയുദില്ലുന, അവൻ നമ്മെ വഴിതെറ്റിക്കുക, അൻ ആലിഹത്തിന, നമ്മുടെ ആരാധ്യന്മാരിൽ അഥവാ ദൈവങ്ങളിൽ നിന്ന്. ലൗല അൻ സ്വബർന, നാം ക്ഷമ അഥവാ സ്ഥിരചിത്തത കൈക്കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, അലൈഹ, അവയിൽ, വസൗഫ യഅലമൂന, അവർക്ക് അറിയാറാകും, വഴിയെ അറിയും, ഹീന യറൗന, അവർ കാണുന്ന സമയത്ത്, അൽ അദാബ, ശിക്ഷയെ. മൻ അദല്ലു, ആരാണ് ഏറ്റം പിഴച്ചവർ, സബീലൻ, മാർഗം, വഴി. إِن كَادَ لَيُضِلُّنَا عَنْ آلِهَتِنَا لَوْلَا أَن صَبَرْنَا عَلَيْهَا وَسَوْفَ يَعْلَمُونَ حِينَ يَرَوْنَ الْعَذَابَ مَنْ أَضَلُّ سَبِيلًا. നമ്മുടെ ആരാധ്യ വസ്തുക്കളിൽ നിന്ന് നാം അവയിൽ സ്ഥിരചിത്തത കൈക്കൊണ്ടില്ലായിരുന്നുവെങ്കിൽ ഇവൻ നമ്മെ നിശ്ചയമായും വഴിതെറ്റിച്ചു കളയുമായിരുന്നു എന്നിങ്ങനെ പറയും. അവർ ശിക്ഷയെ കാണുന്ന സമയത്ത് അവർക്കറിയാറാകും ആരാണ് ഏറ്റവും വഴിപിഴച്ചിട്ടുള്ളവരെന്ന്. 41, 42 വചനങ്ങളുടെ വിശദീകരണം. അവിശ്വാസികൾ പുറപ്പെടുവിച്ചു കൊണ്ടിരുന്ന പല അപവാദങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും മാതൃകകൾ ഇതിനു മുമ്പ് അല്ലാഹു വിവരിച്ചു. അവ കൊണ്ടൊന്നും അവർ മതിയാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പരിഹസിക്കുകയും തെറി പറയുകയും അവരുടെ സ്വഭാവമാണ്. ആ ഇനത്തിൽപ്പെട്ട ഒരു ഉദാഹരണമത്രേ ഈ വചനങ്ങളിൽ കാണുന്നത്. എത്രത്തോളം പുച്ഛത്തിലും അവഹേളന രൂപത്തിലുമാണ് അവർ തിരുമേനിയോട് പെരുമാറിയതെന്ന് ഈ ഒരേ ഉദാഹരണത്തിൽ നിന്നും അവർ പ്രയോഗിച്ച വാക്കുകളിൽ നിന്നും അനുമാനിക്കാവുന്നതാണ്. അതേ സമയത്തു തന്നെ മറ്റൊരു യാഥാർത്ഥ്യവും അതിൽ നിഴലിച്ചുകൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തൗഹീദിലേക്കുള്ള ക്ഷണം വളരെയധികം ഊർജിതമായിരുന്നുവെന്നും അവരിൽ അത് ധാരാളം അമ്പരപ്പും കോളിളക്കവും ഉളവാക്കിയിരുന്നുവെന്നും അതിൽ നിന്ന് ധ്വനിക്കുന്നു. എന്തുതന്നെ വന്നാലും തങ്ങളുടെ ദൈവങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന ഒരേ വാശിയും സത്യം സ്വീകരിക്കുകയില്ലെന്ന മർക്കടമുഷ്ടിയും കൊണ്ട് മാത്രമാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തത് എന്നാണല്ലോ നാം അവയിൽ സ്ഥിരചിത്തത കൈക്കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ലൗല അൻ സ്വബർന അലൈഹ എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്. ആശ്ചര്യം തന്നെ, മർക്കടമുഷ്ടിക്കുണ്ടോ വല്ല ചികിത്സയും?